അല്ലെങ്കിൽ ഇപ്പം ഒരു കുട്ടിക്ക് ഒരു കേക്ക് കിട്ടി, അപ്പൊ ആ കുട്ടിക്ക് കേക്ക് ഒരു പീസ് എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊരു പീസ് എടുത്ത് കൂടെ ഇരിക്കുന്ന സിബ്ലിങ്ങിന് അല്ലെങ്കിൽ ഫ്രണ്ടിന് കൊടുക്കുക എന്നുള്ളതല്ല ബേസിക് നേച്ചർ. ആ കുട്ടി കഴിക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്ന ഒരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് കൂടുതലും. അപ്പൊ ഈ സോഷ്യലൈസേഷൻ, അതായത് എനിക്ക് ഉള്ളതുപോലെ ആൾക്കും കൊടുക്കണം എന്നുള്ള ആ ഒരു വാല്യൂ ഡെവലപ്പ് ചെയ്യുന്നത് ഈ സോഷ്യലൈസേഷൻ വഴിയാണ്. അതാണ് ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യനെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൾച്ചറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ തന്നെ ഷെയ്പ്പ് ചെയ്യുക ചെയ്ത. ഈ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് മാറ്റിക്കഴിഞ്ഞ് ബേസിക് നേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് വരും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾ പെട്ടെന്ന് ദൈവവിശ്വാസി അല്ലാതായി മാറുകയാണ്. അപ്പോൾ ആ ദൈവം എന്ന് പറയുന്ന ഒരു കൺട്രോൾ അങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ ലീഗൽ സിസ്റ്റത്തിൽ വിശ്വാസം അങ്ങ് പോവാണ്, ഞാൻ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ആ ബേസിക് നേച്ചർ കൊണ്ട്